ഹായ് ഹായ്, ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. കുട്ടി നല്ല അടിപൊളി സ്വാഗതമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ നമുക്ക് വേണമെങ്കിൽ പരിപാടി? ഞങ്ങൾ വെറുതെ ഇരിക്കാട്ടോ. ഈവനിങ്ങാണ്, ദുവ മുറ്റത്ത് കളിക്കാണ്. ഇത്ര ഒരു കാര്യം കൂടി, ഇന്റെ കാര്യം. അപ്പൊ ഓളെ ഇങ്ങടാക്ക. അപ്പൊ ഞാനിവിടെ കൊറേ മരങ്ങളുണ്ട്. ആ മരം എന്താ പറഞ്ഞോട്ടാ? മരം ഇതാണ് ചിക്കുല്ല മരം. അപ്പൊ ചിക്കുല്ല മരം, ചിക്കുല്ലല്ലോ ഇതുമേ. ചിക്കു വളരെയാണ്. ചിക്കുന്റെ കുട്ടികളുണ്ട് കേട്ടോ. ഉണ്ടായിനതൊക്കെ ഞങ്ങള് പറിച്ചുല്ലേ. എന്തുകൊണ്ടാ ഉണ്ടാവുന്നത് കാണ്. യെസ്, അതാണ് ഉണ്ടാവുന്നത് അല്ലേ? ഇനി വലുതായിട്ട് ഞാനും ദുവമോളും തിന്നും. എന്ത് ചലഞ്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ചലഞ്ച് അല്ല, വീഡിയോ. പറ. കൈ മുറിച്ചാ മതി. അപ്പൊ മരയില് തൊട്ട് കഴിഞ്ഞാ ഞാൻ വിജയിച്ചുട്ടോ. ഇന്നൊരു സമ്മാനം കിട്ടും. അതെന്താ വെച്ചാ നമ്മൾക്ക് ഈ ആടുകളിനെ സമ്മാനം കിട്ടും. ഇവിടെ ആടൊന്നുമില്ല, കാടാണ്. ചുമ്മാ അവള് ഇത്രയും നേരം ഭയങ്കര ചൂടല്ലേ, വെയിലായിട്ട് അവത്തേനി ഇപ്പൊ പുറത്തിറക്കിയപ്പോ ഇല്ലാത്ത കളിയില്ല. എന്നാ കളിച്ചോ. അപ്പൊ ഇന്ന് നമ്മളെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഉമ്മ ബിരിയാണി വെക്കണം അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് ഉമ്മാൻ്റെ റെസിപ്പി എന്താണെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഉമ്മ ബിരിയാണി വെക്കണം. നമുക്ക് ഉമ്മാൻ്റെ ബിരിയാണി റെസിപ്പി അങ്ങനെ തരാട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്, നോമ്പുറക്കാനുള്ളത്. ഓടിക്കോട്ടെ, നേരം വൈകിണ്ട് ദുവാ. ഏമോന്നോ ബാ ബാ ബാ, നമുക്ക് ഉമ്മ ഉണ്ടാക്കണ കാണാവാ. ബിരിയാണി ഉള്ളിട്ടാ, ഉള്ളിയൊക്കെ ഇട്ട് വാട്ടുണ്ട്. ആടുപടം പോലെ ഞാൻ പുറത്താണ്, ഞങ്ങൾ ഇട്ടിട്ടില്ലേ. കുട്ടി ഹെൽപ്പ് ചെയ്യാണേ. അപ്പൊ ഇവിടെ ഞാനും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കുട്ടി എന്താ റെഡിയാക്കണേ? ചിക്കൻ മസാല. അത് എരിയൂട്ടെ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഉണ്ടായില്ലേ, അത് ചതച്ച് വെച്ചതാണ്. എരിയും. തക്കാളി ഇല്ലേ, ഉള്ളി വാടി തക്കാളി ഇട്ടു. പിന്നെ എന്തെങ്കിലും ഇട്ടു. അതിൻ്റെ ഒപ്പം മല്ലിച്ചപ്പ് അല്ലേ ഉള്ളത്, മല്ലിച്ചപ്പ് വേപ്പിൻ്റെ അല്ലേ. ഇതിലെന്തൊക്കെയുള്ളത്? ചതവുമ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇതൊക്കെ കൂടിയിട്ടുള്ള ചതവാണ് ഇപ്പം നമ്മളിട്ടത്. മഞ്ഞപ്പൊടി 1 സ്പൂണല്ലേ, ജീരകമൊക്കെ ഉള്ള മല്ലിപ്പൊടി അല്ലേ. ഞാൻ എന്തായാലും പൊടിച്ചിട്ടില്ല എന്നേ വരെ. എന്താ ഗരം മസാല എത്ര കുറേ ഉണ്ടോ? കുറച്ച്. ദെൻ ഐസ്ക്രീം ഇടും അല്ലേ. കിവി ഏതാ ഫ്ലേവർ? കുരുമുളകല്ലേ. കുറച്ച് ചിക്കൻ മസാല ആണെങ്കിൽ കരുതണം. ഇടുമ്പോ ഒന്ന് പറയുന്നോടെ. അറ്റ്ലീസ്റ്റ് കുറച്ച് നാരങ്ങനീര്. അപ്പൊ അതിന്റെ കുരുവാണല്ലേ. കുറച്ച് തൈര്. തൈര് വേണോ? അനക്ക് വേണോ? ആനക്കുട്ടിക്ക് തൈര് വേണോ? പാമ്പോ? വെള്ളം ചൂടായിട്ടുണ്ട്. അരിയില്ലേ, ചിക്കൻ മസാല തേച്ചു. കുറെ നേരം മസാല ഒക്കെ തേച്ച് വെച്ചു. നോമ്പില്ലാത്ത വെള്ളം കുടിച്ചിന് വേണ്ടി. നമുക്ക് നോമ്പുണ്ടോ? നോമ്പുണ്ട്. പക്ഷേ സാധാ വെള്ളം കുടിക്കാൻ, നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല. താടിയൊക്കെ പോയപ്പാണ് കാണിച്ചത്. ഇന്നലത്തെ വൈകുന്നാണോ വേണ്ട. ഇന്നലെ മനുഷ്യനൊക്കെ കണ്ടിരിക്കണം ഇങ്ങനെ. ഉള്ളി പൊരി കഴിഞ്ഞു അല്ലേ. ഉള്ളി ഉണ്ട്, മുന്തിരി ഉണ്ട്. അണ്ടിപ്പരിപ്പ് കാണുന്നില്ലല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബിരിയാണിയാണ്.
ടി വി കാണുന്നോ? തച്ചോ? വടി എടുത്ത് തച്ചോ? ഇല്ല. സത്യം? ചൂടായിക്കണേ ഇടട്ടെ. പൊരി വരുന്നുണ്ട് അല്ലേ? പുകയണോ? മാവ് ഇവിടെ റെഡിയാണ്. പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പഴം പൊരിക്കും. അപ്പൊ എണ്ണ ചൂടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. സൗണ്ട് അപ്പൊ ഇനി പഴംപൊരി പൊരിയട്ടല്ലേ? തിന്നൂലേ പമ്പൊരി തിന്നൂലേ? വെന്തിട്ട് ഊറ്റിയായിരുന്നു. പാകത്ത് വേവിൽ ഊറ്റിയതാണ്. ഗരം മസാല അല്ലേ പെട്ട് മല്ലിച്ചപ്പ് നെയ്യ് പറന്ന് ലാസ്റ്റ് ദമ്മിടാനുള്ള പരിപാടിയാണ്. അതിനങ്ങനെ ചോറ് ദമ്മായി അല്ലേ? കുറച്ചേരം കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം. ഇഞ്ചി പഴംപൊരി ഇതൊക്കെ പഴംപൊരി റെഡിയായി. ചെറുതായിട്ട് കയ്യും കാലൊക്കെ ഉണ്ട്. നെവർമായി. ഇതെന്താ മുത്തേ? വാവ് മുതലിന്റെ ഇങ്ങനെയല്ല. പിന്നെതെന്താ? മുതൽക്ക് ഇങ്ങനെയല്ല വാല്. ഇവിടെയാ വാലുണ്ടാവുന്നത്. വളഞ്ഞു നിക്കണേ. അപ്പൊ ഞങ്ങളെ ബിരിയാണി മാമു റെഡി ആയിട്ടുണ്ട്. പഴംപൊരി റെഡിയായി. ഇപ്പൊ വെള്ളം കലക്കുന്നുണ്ട്. 6:15 6:30 കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. വെയിറ്റിംഗ് ആണ്. അപ്പം ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ഇമ്മ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കാൻ പോയത്. ദമ്മ് പൊട്ടിച്ചിട്ട് ചോറ് കുത്തുക എന്ന് പറയും. അത് മസാലയും ചോറും വേർതിരിച്ചിട്ട് മിക്സ് ആക്കുന്ന പരിപാടിയാണ്. അപ്പം ഉമ്മ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഏറ്റവും അടിയിലുള്ള കുറച്ച് മസാല കലർന്ന ചോറും കൂടെ ആക്കിയിട്ട് നമ്മൾ ചോറ് മിക്സ് ആക്കി കഴിഞ്ഞാൽ ചോറ് റെഡി, മസാല റെഡി. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.